ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്ക് ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ രോഹിത് തിരിച്ചെത്തിയിരിക്കുകയാണ്. രോഹിത് തിരിച്ചെത്തിയത് ഇപ്പൊ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുക കേട്ടോ. രവീന്ദ്രനും നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലെ എല്ലാവർക്കും തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. രോഹിത്തിനെ ജയിലിൽ കൊണ്ട് തിരിച്ചാക്കിയാലോ എന്ന് വരെ ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രവീന്ദ്രനല്ല ബാലചന്ദ്രൻ ഉള്ളത്. അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിന്റെ അടുത്ത് ഒരു ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റോ സ്നാക്സോ ഒക്കെ ആയിട്ട് കയറി ചെന്നപ്പോഴത്തേക്കും രോഹിത്തിന്റെ പ്രതികരണം കേട്ട് അലീന തന്നെ പകച്ചു നിന്നുപോയി. ആ ഒരു രംഗമൊക്കെയാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ അലീന കൊണ്ടു കൊടുക്കുന്ന ജ്യൂസും സ്നാക്സും ഒക്കെ വലിച്ചെറിയാണ് രോഹിത്. അപ്പൊ ആദ്യമൊക്കെ അലീനയോട് പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു രോഹിത്. എങ്കിലും അലീനയുടെ സ്വഭാവം അറിയാലോ. ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും കഴിപ്പിക്കുക, കുടിപ്പിക്കുക, അവരുടെ അവസ്ഥ മാറ്റിയെടുക്കുക. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ അലീന ആ റൂമിലേക്ക് കയറി ചെന്നതും അലീന അത് കൊണ്ടുപോയി അവിടെ വെക്കാൻ തുടങ്ങിയതുമാണ്. അകത്തേക്ക് കൊണ്ടുപോയി കയറി വെക്കാൻ തുടങ്ങിയതും ആ ടേബിളിൽ നിന്നൊരു അതായത് ടേബിളിൽ ഇങ്ങനെ പിടിച്ചൊരു ഒറ്റ തട്ടായിരുന്നു. ചില്ല് മാത്രമല്ലായിരുന്നു, എല്ലാം പൊട്ടി തവിട് പൊടിയായി. ശബ്ദം കേട്ട ഉടനെ തന്നെ നമ്മുടെ കൃഷ്ണമോള് കയറി ചെന്നപ്പം അലീന ചേച്ചി ഇത് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ രോഹിത്തിന് കൊണ്ടുവന്നതായിരുന്നു ജ്യൂസും സ്നാക്സ് ഒക്കെ. പക്ഷെ അവനത് തട്ടി എറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ രോഹിത്തേട്ടൻ തട്ടി എറിഞ്ഞെന്നോ, ഇതെന്താ രോഹിത്തേട്ടൻ ഈ കാണിക്കുന്നതെന്ന് നമ്മുടെ കൃഷ്ണമോള് ചോദിച്ചപ്പോഴത്തേക്കും ഒറ്റ ഓർമ്മ ഇവിടെ നിൽക്കരുത്, എല്ലാം ഇറങ്ങിപ്പോക്കോണതേ മതി. ഇനി എന്റെ കൺമുമ്പിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരിക്കും പ്രതികരിക്കുന്നത്. ആരും എന്നോട് മിണ്ടുവോ സംസാരിക്കുകയോ ഒന്നും വേണ്ട. ആരും ദയവ് ചെയ്ത് ഈ റൂമിലേക്ക് കയറി വരാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൃഷ്ണമോള് ചോദിച്ചു, ഇത്രയ്ക്ക് പാടുപെട്ട് ഞങ്ങള് ഏട്ടനെ ജയിലിൽ നിന്ന് ഇറക്കിയത് ഇതൊക്കെ കാണാൻ വേണ്ടിയാണോ? ഏട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെ ആർക്കും ഏട്ടനോട് ദേഷ്യമോ വൈരാഗ്യമോ ഏട്ടനോടോ അങ്ങനെ ഒന്നുമില്ല. ഏട്ടൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? അലീന ചേച്ചി നല്ലൊരു കാര്യമല്ലേ ചെയ്ത്. ഏട്ടന് ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസും സ്നാക്സ് ഒക്കെ കൊണ്ട് തന്ന അലീന ചേച്ചിയുടെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? ഏട്ടനൊരു കാര്യം അറിയാമോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം അറിയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, ഇറങ്ങി ഈ റൂമിനകത്ത് കണ്ടുപോകരുത്. ഒറ്റ ഓർണത്തിന് സ്വസ്ഥതയും സമാധാനവും തരത്തില്ല. ജയിലിൽ ഞാൻ സമാധാനമായിട്ട് അവിടെ കിടന്നേനെ എന്ന് പറയുന്ന രീതിയിലായി പോയിട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥ. അലീന ഓർത്തില്ല പെട്ടെന്ന് ഇങ്ങനെ ഫുഡൊക്കെ വലിച്ചെറിയുമായിരിക്കുന്നു. ബാബിതയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. ബാബിതയാണെങ്കിൽ എന്റെ പൊന്നോ ഭയങ്കര ചിരി. ഇത് കൃഷ്ണമോളോട് പറഞ്ഞു, കണ്ടില്ലേ അവളെ വലിയ കാര്യത്തിന് കേമത്തിന് അങ്ങോട്ട് കയറി പോയതാ. ചിലപ്പോ ഞാനാ നിന്നെ രക്ഷിച്ചത്, ഞാനാ നിന്നെ സഹായിച്ചതെന്നൊക്കെ പറയാനായിരിക്കും. കണ്ടിപ്പോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബബിതയോട് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, പേര കത്തുമ്പോ വാഴ വെട്ടരുത് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. കാരണം ഇപ്പം അത്രയ്ക്കും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മുടെ അലീനെ എങ്ങനെ നാട്ടിൽ കെട്ടാൻ പറ്റുമോ? അത് ചെയ്താൽ മതി നമ്മുടെ ബബിതയ്ക്ക്. എന്നിട്ട് ബബിത പറഞ്ഞു, അല്ല ഞാൻ ചെന്നപ്പോ ഇതേ അവസ്ഥയായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി. ബബിത ചേച്ചി കൂടുതലൊന്നും പറയണ്ട. അലീന ചേച്ചി എന്തിനാ അലീന ചേച്ചി ഇപ്പൊ അങ്ങോട്ട് കയറി പോയത്? വേണ്ടല്ലോ, എന്തിനു കയറി പോയത്? അതൊക്കെ അവിടെ കിടന്നിട്ട് വെള്ളം കുടിക്കുന്ന കിടക്കുവാണ് അവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ ഈ പറയുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് ജയിലിൽ നിന്ന് ഇറക്കി പിടിച്ചോണ്ട് വന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കാട്ടായം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, പോട്ടടി മോളെ സാരമില്ല. കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരാവശ്യമില്ല. അവന്റെ മാനസികാവസ്ഥ അതാണ്. അവൻ അങ്ങനെ ആയി പോയില്ലേ. ചിലപ്പോ അവന്റെ മനസ്സിൽ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും നീ ഇത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് കാര്യമാക്കണ്ട, എന്ത് സങ്കടം, എന്ത് വിഷമം, പിന്നെ അത്രയ്ക്കൊന്നും അഹങ്കാരം പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോള്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രോഹിത് മുകളിൽ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് കേട്ടോ. ഇപ്പൊ രോഹിത്തിനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടന്ന് അത്രയും ഒക്കെ അനുഭവിച്ചിട്ട് വന്നു. മാത്രമല്ല വീട്ടിലെല്ലാവരും തന്നെ എങ്ങനെയായിരിക്കും കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും താൻ തെറ്റുകാരനാണെന്ന് സ്വയമേ ഒരു ബോധം രോഹിത്തിനുണ്ട്. അപ്പൊ രോഹിത്തിന് തന്നെ അറിയാം രോഹിത് തെറ്റുകാരനാണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് രോഹിത്തിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ദേഷ്യം വന്ന് അതിലൂടെയൊക്കെ കളയാൻ ശ്രമിക്കുന്നത്, നാണക്കേടൊക്കെ അതിലൂടെയൊക്കെ തീർക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിരിക്കും. ഇവരുടെ ബക്കറ്റ് കയറാനല്ലേ പറ്റത്തുള്ളൂ, പുറത്തു പോയി കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന വീണ്ടും രോഹിത്തിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ രോഹിത്തിന്റെ അടുത്ത് ചെന്നിട്ട്, എന്തിനാ മോൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇവിടെ ആർക്കും മോനോട് ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് എനിക്ക് മോനോട് ഒരു ദേഷ്യവും ഇല്ല. എന്തിനാ മോൻ ഇങ്ങനെ കാണിക്കും? മോൻ ഒരു അബദ്ധം പറ്റി പോയതാണെന്ന് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും
നമ്മുടെ രോഹിത്തിന് ദേഷ്യം ഒന്നും പ്രതികരിക്കുന്നില്ല കേട്ടോ. രോഹിത് ഇങ്ങനെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ ആ ഹരിയായിട്ടുള്ള കൂട്ടുകെട്ടൊന്നും വേണ്ടാന്ന്? അപ്പൊ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതൊക്കെ പോട്ടെ, അതൊന്നും ആരും ഇപ്പൊ ചിന്തിക്കുന്നത് ഒന്നുമില്ല. നിന്റെ അച്ഛൻ പോലും അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അച്ഛനൊക്കെ ഇപ്പം സത്യം പറഞ്ഞ നീ വന്നതിന്റെ സന്തോഷത്തിലാണ്. കൃഷ്ണമോളും അതുപോലെ ബബിതയും മേഡവും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്, നീ വന്നതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ നിന്റെ അമ്മ ഫോൺ വിളിച്ചപ്പോഴത്തേക്കും നിനക്കൊന്നും എടുക്കത്തില്ലായിരുന്നു. നിന്റെ അമ്മ ഫോൺ വിളിച്ചത് നിന്നോട് സംസാരിക്കാൻ വേണ്ടി അല്ലായിരുന്നോ? നിന്റെ അമ്മയൊക്കെ എത്രമാത്രം വിഷമിച്ച് കാണും നീ ജയിലിൽ കയറിയപ്പം. മാത്രമല്ല നീ ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നിന്റെ അമ്മയും നിന്റെ അച്ഛനും ഒക്കെ നിന്നെ പുറത്തിറക്കാൻ വേണ്ടി പരിശ്രമിച്ചേനെ. അപ്പൊ പിന്നെ മോൻ എന്തിനു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോനോ ആരുടെ മോനടി നിർത്തുന്നുണ്ടോ? എന്നോട് ആരും ഒന്നും മിണ്ടുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. ഈ നിലത്ത് കിടക്കുന്നൊക്കെ തൂത്തുപിറക്കി കൊണ്ടുപോക്കണം. മതി, നിർത്ത്. എനിക്കിനി ഒരു ഭക്ഷണവും വേണ്ട, എനിക്ക് പച്ചവെള്ളം ഞാൻ ഇവിടുന്ന് കുടിക്കത്തില്ല. ആരും ഇങ്ങോട്ട് കയറി വരരുത്. കയറി വന്നിട്ടുണ്ടല്ലോ എന്റെ സമനിലയാകെ തെറ്റി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നമ്മുടെ രോഹിത് അതും ഇതും ഒക്കെ പറയാണ്. ഏതായാലും അലീനയ്ക്ക് വയറ് നിറഞ്ഞു. അലീന നേരെ തിരിച്ച് താഴേക്ക് വന്നു കേട്ടോ. എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ബാലചന്ദ്രൻ ഈ ഒരു സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് ബാലചന്ദ്രനോട് പറയാണ്, അച്ഛാ രോഹിതേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവന്റെ എന്ത് കാര്യം അറിയാൻ, അവന് ഭക്ഷണമൊന്നും കൊടുത്തില്ല ആരും ഇവിടെ. അവന് എനിക്കൊന്ന് പോയി കാണണം, അവനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തിനാ കയറി പോകുന്നത്? വെറുതെ കയറി പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ നിരാശയായിട്ട് ഇപ്പൊ ഇറങ്ങി വരത്തുള്ളൂ. അപ്പൊ ബാലചന്ദ്രൻ ചോദിച്ചു, അതെന്താ മോളെ നീ ഇങ്ങനെ പറയാൻ കാരണം? അലീന ചേച്ചി ഫ്രൂട്ട്സും അതുപോലെ ജ്യൂസും ഒക്കെ ആയിട്ട് റൂമിൽ കയറി ചെന്നു. എന്താ സംഭവിച്ചതെന്ന് അച്ഛൻ അറിയാമോ? രോഹിതേട്ടൻ അത് മുഴുവൻ വലിച്ചെറിഞ്ഞു. അവിടെ മൊത്തം വൃത്തികേടായി. അലീന ചേച്ചി മൊത്തം തൂത്തു തുടച്ചു. പിന്നെ എന്തൊക്കെയോ അലീന ചേച്ചിനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും അവന്റെ സ്വഭാവത്തിനപ്പോ ഒരു മാറ്റവും ഇല്ല. സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഏട്ടൻ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ലാത്തത്. ഇപ്പം ആരാണ്ട് നമ്മൾ അങ്ങാണ്ടങ്ങാണ്ട് ജയിലിൽ പോയി നിർബന്ധിച്ചിപ്പോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതുപോലെ. അല്ല, ഇനിയിപ്പൊ അവനെ ജയിലിലേക്ക് തിരിച്ചു കൊണ്ടുവിടേണ്ടി വരുമോ? അതൊന്നും എനിക്കറിയില്ല. ജയിലിലേക്ക് കൊണ്ടുവിടേണ്ടി വരുമോ എന്തോ. ഏതായാലും ഏട്ടന്റെ സ്വഭാവം ഒന്നും മാറിയിട്ടില്ലെന്ന് പറഞ്ഞു. അലീന ഈ സമയത്ത് വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് പറയാണ്, അതൊന്നും സാരമില്ല, പോട്ടെ അച്ഛാ. ഇപ്പം അവനോട് കൂടുതൽ സംസാരിക്കാനൊന്നും പോവണ്ട. അവന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്. അവൻ ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതും അതുപോലെ തന്നെ ഒരു 10-30% തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി അവൻ നിരപരാധിയാണല്ലോ. അപ്പൊ പിന്നെ അവന് സ്വയമേ തന്നെ താൻ തെറ്റ് ചെയ്യാതെ ആണല്ലോ ഇത്രയും നാളും അവിടെ കിടന്നത് എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാനസിക നിലയൊക്കെ ഇങ്ങനെ തെറ്റിപ്പോകും. അത് സാരമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കാം. നമുക്കൊരു കൗൺസിലിംഗ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ശരിയായിക്കോളൂ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കൗൺസിലിംഗ്? അത് അച്ഛനോട് ഞാൻ പറഞ്ഞു തരാം അച്ഛാ. ഇങ്ങനെയുള്ളവരെയൊക്കെ ചെറിയ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയായിക്കോളും. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ അവൻ കൂട്ടാക്കുന്നില്ല. പണ്ട് മുതലേ അവൻ എന്നോടൊരു ദേഷ്യവും വെറുപ്പും അതുപോലെ അവന്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ അവൻ കണ്ടതുകൊണ്ടായിരിക്കാം ഞാനിപ്പോ പറഞ്ഞു കൊടുക്കുന്നൊന്നും അവന് മനസ്സിലാവില്ല. അതൊന്നും അവന് പിടികിട്ടില്ല. അപ്പൊ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ രോഹിത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രോഹിത് ഇതെല്ലാം മേളില് നിന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ രോഹിത്തിനെ കുറിച്ച് പറയുന്നൊക്കെ. അപ്പം ബാലചന്ദ്രൻ ഇച്ചിരി എന്താ പറയാ പരിക്കനൊക്കെ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അവനെ ജയിലിൽ തന്നെ കൊണ്ട് തിരിച്ചാക്കാം. ഇതിപ്പം നമുക്കെന്താ, അവന് അങ്ങനെയാണെങ്കിൽ അവൻ ജയിലിൽ പോയി കിടക്കട്ടെ. അവന് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു, ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അവൻ ഇത്രയും നമ്മള് താങ്ങി തണലെടുത്ത് തലയിൽ എനിക്ക് കയറ്റി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മുടെ രോഹിത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ബാലചന്ദ്രന്റെ വിഷമം കൊണ്ട് പറയുന്നതാണ്. മകന് വേണ്ടി എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് തലകുനിച്ച് നിന്ന് സംസാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ടാണ്, ദേഷ്യമോ സ്നേഹമോ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ബാലചന്ദ്രൻ ഇതൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ രോഹിത്തെ മേളിൽ നിന്ന് കേൾക്കാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് രോഹിത്തിന് തന്നെ സ്വയമേ താൻ എല്ലാവർക്കും ഒരു ഭാരമാണോ, താന് എല്ലാവർക്കും ഒരു നാണക്കേടായി തീർന്നല്ലോ, താൻ കാരണം തന്റെ അച്ഛന് നാണക്കേട്, അമ്മയ്ക്ക് നാണക്കേട്, അതുപോലെ സഹോദരങ്ങൾക്ക് നാണക്കേട്, എല്ലാവർക്കും താൻ കാരണം നാണക്കേട്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ രോഹിത്. ഏതായാലും രോഹിത് ഇവര് പറയുന്നതെല്ലാം മാറി നിന്നും തിരിഞ്ഞും ഒക്കെ കേൾക്കുകയാണ്. നമ്മുടെ വൈജി ആണെങ്കിൽ വീണ്ടും ബബിതേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, രോഹിത് എന്തിയെ, അവന് ഉഷാറായോ മോളെന്ന് ചോദിക്കുമ്പോ പിന്നെ ഉഷാർ. ഇന്ന് അലീനേനെ കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അലീന കൊണ്ടു കൊടുത്ത സാധനം എല്ലാം വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിലും അങ്ങനെ തന്നെ വേണം, അവള് കൊടുത്ത സാധനം എന്തിനാ എന്റെ മോൻ കഴിക്കുന്നത്, വലിച്ചെറിയട്ടെ എന്ന് പറയുമ്പോ അലീനയെ മാത്രല്ല ഞാനോ അച്ഛനോ കൃഷ്ണമോളോ ഒന്ന് റൂമിൽ ചെല്ലാൻ അവൻ സമ്മതിക്കുന്നില്ല അമ്മ. അവൻ പ്രത്യേക ഒരു അവസ്ഥയിൽ തന്നെയാ ഉള്ളത്.
എന്താണെന്ന് അറിയില്ല. നമുക്ക് തന്നെ ദേഷ്യം വരും. കഷ്ടപ്പെട്ട് അവനെ ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ഇപ്പൊ ഇതൊക്കെ കാണേണ്ട ഒരു അവസ്ഥയാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് സത്യത്തിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. അലീനയ്ക്ക് ഓക്കെ, അലീനയോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് ഓക്കെ, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ ഞങ്ങളോട് പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ? ഞങ്ങളെ ഏതാണ്ട് ശത്രുവിനെ പോലെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്തിനാ അവൻ അങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, ആണോ മോളെ, അതിപ്പം മോളൊരു കാര്യം ചെയ്യണം, അവളോട് ഒന്ന് പറയാനോ സംസാരിക്കാനോ ഒന്നും പോവണ്ട. ഞാൻ അവിടെ ഉണ്ടായിരുന്ന അവനെ ഞാൻ സംസാരിച്ച് മാറ്റിയെടുത്തേനെ അവനെ, പക്ഷെ എനിക്കിപ്പോ ഒരു അവസ്ഥയായി പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് വൈജ ഉണ്ടായിരുന്ന ഇതിനപ്പുറത്തെ അവസ്ഥയായിരുന്നു. ഏതായാലും ഈ സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ രോഹിത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രനും അലീനയും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോളും ഇവരൊക്കെ മാറി മാറി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ രോഹിത് വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിയിട്ട് നമ്മുടെ രോഹിത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആകപ്പാടെ രോഹിത് ആ മുറിയിൽ കിടന്ന് പെട്ടെന്ന് മനസ്സിൽ ശരണ്യനെ റേപ്പ് ചെയ്ത ആ ഒരു സമയവും ബാക്കി എല്ലാവരും കൂടെ റേപ്പ് ചെയ്തപ്പം നമ്മുടെ രോഹിത് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഓവറായിട്ട് ബീറൊക്കെ അടിച്ചിട്ട് മയങ്ങി കിടക്കുന്ന സമയവും അതുപോലെ തന്നെ ശരണ്യനെ മേത്ത് തള്ളിയിട്ടതും, ശരണ്യനെ അല്ല ശരണ്യയുടെ മേത്തേക്ക് നമ്മുടെ രോഹിത്തിനെ തള്ളിയിട്ടതും ഒക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് തല ഇങ്ങനെ മരവിച്ച ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ എന്ത് ചെയ്യുന്നു, മണ്ടേലത്തെ സ്റ്റെയറിന്റെ അവിടുത്തെ ഒരു കൈവരി ഉണ്ടല്ലോ, ആ കൈവരിയുടെ അവിടെ നിന്ന് നമ്മുടെ രോഹിത് നിലത്ത് ചാടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതായാലും മണ്ടേന്ന് എടുത്ത് ചാടി, അത് ഒരു ഭ്രാന്തനെ പോലെ മണ്ടേന്ന് എടുത്ത് ചാടിയ കൈയും കാലും ഒടിയത്തുള്ളൂ എന്ന് സ്വയം ബോധമുള്ളവര്, ചാകാനുള്ളവർ അങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും. ഇതിപ്പം ബോധവും പൊക്കണമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത്, മണ്ടേന്ന് എടുത്ത് ചാടിയ കാലും കൈ ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക, അല്ലാതെ വേറെ എന്താ ഉണ്ടാകുന്നത്? അങ്ങനെ സ്വയമായിട്ട് പരിക്കേൽപ്പിക്കുക, അങ്ങനെ ഒരു വലിയൊരു വിഭ്രാന്തിയാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ രോഹിത്തിനുള്ളത്. അപ്പൊ രോഹിത് നാളെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത് നാളെ അങ്ങനെ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനും അലീനയും എല്ലാവർക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം രോഹിത്തിന്റെ മാനസിക നില തെറ്റിപ്പോവാണ്. സത്യത്തിൽ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടാൻ മാത്രം ഉള്ളൊരു മാനസിക അങ്ങനെ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ നമ്മുടെ അലീന തന്നെയാണ് ഇതിൽ നിന്നൊരു മാറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും രോഹിത്തിനെ പറഞ്ഞു മനസ്സിലാക്കി, നമ്മുടെ അലീന കാരണമാണ് രോഹിത് സത്യത്തിൽ ഇപ്പം പുറത്തിറങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ആ ഒരു വ്യക്തതയൊക്കെ വരുത്തി നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുന്നു. അലീന പറയുന്ന ഓരോ വാക്കുകൾ ശ്രവിക്കുന്നു. അത് കേട്ടിട്ട് നമ്മുടെ രോഹിത് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു, ചിന്താഗതിയിൽ മാറ്റം വരുത്തുന്നു. അങ്ങനെ നമ്മുടെ അലീനയെ സ്വന്തം സഹോദരിയെ പോലെ തന്നെ കാണുന്നു. അതിലേക്ക് ഉള്ളൊരു വഴിത്തിരിവ് തന്നെയാണ് നമ്മുടെ രോഹിത്തിന്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ നാളെ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ രോഹിത്തിന് ഒരു ചെറിയൊരു അപകടമൊക്കെ സംഭവിക്കുകയാണ്, സ്വയമേ അപകടം വരുത്തി വെക്കുകയാണ്. അപ്പൊ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് വിശേഷമാണ് കേട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ വൈജയും പുറത്തിറങ്ങാൻ പോവുകയാണ്. നമ്മുടെ വൈഗ ഡിസ്ചാർജ് ചെയ്ത് വരാൻ പോകുന്നതും നെടുമ്പുരയ്ക്കൽ വീട്ടിൽ തന്നെയാണ്. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വൈജ വരാൻ കാരണവും രോഹിത് തന്നെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇതിനിടയിൽ കമലയാണെങ്കിൽ ഇപ്പോഴും രോഹിത് തെറ്റുകാരനാണെന്നും അതുപോലെ തന്റെ മകനെ രക്ഷിക്കാൻ പറ്റിയില്ല ബാക്കി ആർക്കും, തന്റെ മകൻ ജയിലിൽ കിടക്കുകയാണെന്നും ബാക്കിയുള്ളവരൊക്കെ ആഘോഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വയമേ ഇങ്ങനെ എന്താ പറയാ മനസ്സിനെ ഇങ്ങനെ വ്രണപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ശിവനോടും മനുവിനോടും എല്ലാവരോടും ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കമല. അപ്പം അതിനോടൊപ്പം തന്നെ സൗദാമിനി അമ്മൂമ്മയോടും കമല ഈ ഒരു കാര്യത്തെ ചൊല്ലി സൗദാമിനി അമ്മൂമ്മയ്ക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഈ കമലയ്ക്ക് ഈ സമാധാനക്കേട് വരുമ്പോൾ കമല എന്ത് ചെയ്യും, നേരെ സൗദാമിനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നു, ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു, കുത്തി വേദനിപ്പിക്കുന്നു, ആഹാരം കൊടുക്കാതിരിക്കുന്നു, വൃത്തിയാക്കാതിരിക്കുന്നു. ഏതായാലും നമ്മുടെ വൈജ എത്താറായിട്ടുണ്ട്. അപ്പം വൈജ എത്തി. ഇനിയിപ്പം കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ വൈജ അറിയാനൊക്കെ ഉള്ളതൊക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഇനിയിപ്പോ ശരണ്യ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പം ശരണ്യക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ബാലചന്ദ്രൻ മറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരണ്യക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങളെ. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ രാവിലെ എന്നും ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താറുണ്ട് കേട്ടോ. അപ്പൊ എന്നും ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്കുമാണ് ഫുൾ വിശേഷം ഇടുന്നത്. 7:30 8 മണി 8:30 അതിൽ കൂടുതൽ അങ്ങോട്ട് പോകില്ല. ആ ഒരു സമയത്താണ് ഇടുന്നത്. അതിനോടൊപ്പം രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും ആദർശിന്റെയും കഥയും നമ്മൾ ചിന്നുവിലും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണം. അതുപോലെ ഒരു ലൈക്കും തരാൻ മറക്കരുത്. അപ്പം ആദ്യം ലൈക്ക് ചെയ്യാത്തവരും ഹൈപ്പ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും ഹൈപ്പും കൂടെ ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.